നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അൾട്രാ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറിയിരിക്കുന്നു. ഇതാ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയാണ്. മുംബൈ സിറ്റി എഫ് സിയോട് സമനില പിടിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റും, തോൽക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത്തരമൊരു ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് വലിയുമെന്ന് ആരെങ്കിലും ധരിച്ചിരുന്നെങ്കിൽ അവർക്ക് തെറ്റി. ഇതാ അൾട്രാ അറ്റാക്കിംഗ് മോഡിൽ തന്നെ തിയാഗോയും കോൾദോയും നോഹും കോറവും ലൂണയും അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ അങ്ങ് ഇറക്കി വിടുകയാണ് കോച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 നോക്കാം. ഗോൾ കീപ്പറായിട്ട് നോറ, ഡിഫൻസിൽ ബികാഷും യുവാനും സെൻറ്റർ ബാക്കുമാരാകും. ഇരു പാർശ്വങ്ങളിലായിട്ട് സഹീഫും സന്ദീപുമുണ്ട്. മധ്യനിരയിൽ ലഗാത്തോർ, പിന്നെ അറ്റാക്കിങ്ങിനെ സഹായിക്കാൻ അഡ്രിയാൻ ലൂണ, ഒപ്പം കോറവും നോഹും ഇരു പാർശ്വങ്ങളിലുണ്ടാകും. ഗോളടിക്കാൻ കോൾദോയും തിയാഗോയും. സൂപ്പർ 11 കൊണ്ട്, അറ്റാക്കിംഗ് 11 കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് സച്ചിൻ, ഹോർമി, ഫ്രെഡി, വിപിൻ, ഡാനിഷ്, നിഹാൽ, ഐബാൻ, നവോച്ച, അമാവിയ എന്നിവരാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി സെമി ഫൈനലിലേക്ക് കടക്കട്ടെ. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.